ഹാറസ് ജിനു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആ മലയിലേക്കാണ് യാത്ര. ആ മലയിലേക്കാണ് പോകുന്നത്. ഉഗ്രനാണ്, നല്ല വലിയൊരു യാത്രയാണ്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം. പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് അവിടെ. നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് യാത്ര വിട്ടാലോ? ആ മലമുകളിൽ കുറേ പച്ചയായ മനുഷ്യരുടെ ജീവിതയാത്രയിലെ കുറേ ഓർമ്മകൾ ബാക്കിയായി യാത്ര പറഞ്ഞവരുണ്ട്. വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും വിശപ്പിൻ്റെയും കഥകൾ പറയാനുണ്ടായിരുന്നു അവർക്ക്. കഥകൾ മാത്രമല്ല, അവരുടെ പച്ചയായ ജീവിതാനുഭവങ്ങളായിരുന്നു അവർക്ക് പങ്കുവെക്കാനുണ്ടാവുക. നമുക്ക് ആ ചരിത്രമുറങ്ങുന്ന ആ മണ്ണിലേക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇനി നമുക്ക് ഇനിയും മുകളിലേക്ക് കയറാണ്. പാറകളൊക്കെ കയറി മുകളിലേക്ക് എത്തണം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഒരു കാട്ടിലൂടെ വനങ്ങൾക്കിടയിലൂടെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് എത്തേണ്ടത്. ഒരു കാര്യം എന്തായാലും ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ, ഈ പോകുന്ന വഴിയൊക്കെ ഇപ്പം നമുക്ക് പേടിയാകൂല്ലേ. അന്ന് അവർ കൊച്ചു കുട്ടികൾക്ക് അസുഖങ്ങൾ ബാധിച്ചാൽ പോലും അവരെയും കൊണ്ട് ഇങ്ങനെ ഈ വഴിയിലൂടെയൊക്കെ ഒരു ഭയവും ഇല്ലാതെ അവർ അങ്ങാടികളിലേക്കൊക്കെ പോയിരുന്നു. അവർ പിന്നെ ഹോസ്പിറ്റൽ, പള്ളി, അതുപോലെ പഠനം ഒക്കെ ഈ വഴികൾ താണ്ടിയിട്ടായിരുന്നു അവർ പോയിരുന്നത് കേട്ടോ. അന്ന് കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ ഒരു സാമ്രാജ്യമായിരുന്നു ഈ മലമുകളിലുള്ള അവരുടെ കൊച്ചു വീടും അവരുടെ ചുറ്റുപാടും. നമ്മൾ കയറി പകുതി എത്തിയിട്ടുണ്ട്. നോക്കൂ, ഇത് പ്രകൃതി ചൂഷണം ചെയ്തതാണ്. നമ്മളെ പാറ ഏകദേശമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പാറായിരുന്നത് ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടി പോകാം. അപ്പോൾ നെജ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രകൃതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നത്തെ ആ സുന്ദര കാഴ്ചകളൊന്നുമല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അന്ന് ജീവിച്ച ആളുകളപ്പോൾ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയം പൊട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ അത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ കുറേ ആളുകൾ താമസിച്ചൊരു ഏരിയയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ അവരിവിടെ താമസിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് വിളവെടുത്തിരുന്നില്ല. കടല, കപ്പ, മധുരക്കിഴങ്ങ്, കമ്പം, അതുപോലെ തന്നെ ഈ എള്ള്, നെല്ല്, വാഴ, ചേമ്പ്, അങ്ങനത്തെ പല സാധനം ഇവിടെ വിളവെടുത്തിരുന്നു കേട്ടോ. ഇവിടുത്തെ കുറച്ച് ആളുകളെല്ലാവരും കൂടി മണ്ണ് കിളച്ച് ആ മണ്ണിൽ എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനത്തെ വിളവ് കൃഷി ചെയ്യുമായിരുന്നു. വിളകളെല്ലാം കൃഷി ചെയ്ത് അത് വിളവെടുപ്പിൻ്റെ സമയത്ത് അന്നത്തെ ആളുകൾ പല ദിക്കിലുള്ള കുട്ടികൾ വരെ കൊട്ടയുമായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു എന്നാണ് അവർ പറയണത്. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുത്തതിൻ്റെ ബാക്കി വരുന്ന നമ്മൾ കച്ചറ സാധനങ്ങളെന്ന് പറയാറില്ലേ, അതിന് വീണ് പോകുന്ന സാധനങ്ങളൊക്കെ പൊറുക്കി, അതുപോലെ നമ്മൾ കളച്ചതിൻ്റെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ പൊറുക്കിയെടുത്തിട്ട് വിൽപ്പന നടത്താനും അതുപോലെ അവരുടെ വീടുകളിൽ വിശപ്പടക്കാനൊക്കെ അവർ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടി നിൽക്കുമായിരുന്നു. അങ്ങനത്തെ നല്ല അനുഭവങ്ങൾ അവർ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായി, ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കുറേ മനുഷ്യർ അവരുടെ വിശപ്പടക്കിയ ഒരു മണ്ണാണ് കേട്ടോ ഇത്. അൽ ജിബാലു ഔത്താദ, ഭൂമിയുടെ ആണികളായിരുന്നു ഈ പാറകൾ. അപ്പോൾ ഈ കാണുന്ന മല, ഈ പാറൻ്റെ മുകളിൽ എങ്ങനെ കൃഷി ചെയ്തിരുന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ? അപ്പോൾ ആ സംശയം ദൂരീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇതിൻ്റെ മുകളിൽ മണ്ണുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പോൾ ഈ വരുന്ന വെള്ളം കണ്ടോ, ഇത് ഇവിടെ ഭാഗത്ത് ചെറിയൊരു കിണറുണ്ടായിരുന്നു. ഒരു ചെറിയൊരു അരുവി പോലെ വെള്ളച്ചാട്ടം പോലെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പറയുന്ന കരിമ്പിൻചോല എന്നാണ് ആ സ്ഥലത്തിന് പറയുന്ന പേര്. അതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മണ്ണ് കണ്ടോ നിങ്ങൾ, ഈ പാറ ഇത്ര അടി, അതിന് മുകളിൽ ഒരാളാ ഉയരത്തിൽ മണ്ണാണ്. ആ മണ്ണ് ഇടിച്ച് ആ പാറ എന്ത് ചെയ്തു, അടിഭാഗം പാറ കാണുന്ന ഭാഗം വെച്ച് പിന്നീട് ഇടിച്ചതാണ്, ഈ പാറ കോറിയാക്കിയതാണ് പിന്നീട്. അപ്പോൾ ആ കാണുന്ന ആ മണ്ണിട്ട ആ പ്രദേശങ്ങളിലൊക്കെ രണ്ട് മൂന്ന് വീടുകളുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അവർ കൃഷി ചെയ്ത് അവരുടെ കുടുംബം പോറ്റിയിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇനി ഇതിൻ്റെ ഈ കാണുന്ന ഈ പാറ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. ഇതൊരു
125 ആളടി ഉയരം ഉണ്ട് കേട്ടോ ഈ സ്ഥലം. ഇത്രയും താഴ്ചയുള്ള ഒരു സ്ഥലമാണ് ആ മുകളിൽ നിന്ന് താഴോട്ട്. വെള്ളത്തിന് നല്ല ആഴമുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്, എത്രയോ ആളടി ആഴമുണ്ട്. അപ്പോൾ ഈ മലേൻ്റെ മുകളിൽ ഒരു കൊച്ചു കുടിൽ, ഓലമേഞ്ഞ കുടിലിൽ അവർ താമസാക്കി. ഇവിടെ പിന്നെ കൃഷി ചെയ്തു, അതുപോലെ തന്നെ വിളവെടുപ്പിച്ചു. അവർ ഇവിടെ കുറേ സൗഹാർദ്ദങ്ങളുണ്ടായിരുന്നു അവർക്ക്. സൗഹാർദ്ദങ്ങളായിരുന്നു അവർക്ക് പറയാനുണ്ടാവുക. സ്നേഹത്തിൽ അവർക്ക് വിരുന്ന് കൂട്ടുക, അവർക്ക് വേണ്ട കനികൾ, അവർ വിളവെടുത്ത കനികൾ വരുന്നവർക്ക് നൽകുക, അവരുടെയും വിശപ്പടക്കുക എന്ന ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. ഈ ഒരു മണ്ണിൽ വിളവെടുത്ത് അവർ ജീവിച്ച ആ കാലഘട്ടത്തിൽ അവർക്ക് ഈ റോഡോ അല്ലെങ്കിൽ കറണ്ടോ അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. പിന്നീട് അവരുടെ തലമുറകൾക്ക് ശേഷം വരുന്ന ആളുകൾക്കൊക്കെ റോഡൊരു വിഷയമായി. അപ്പോൾ സൗകര്യങ്ങൾ അവർക്കൊരു പ്രയാസം തോന്നി. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ ഭാഗത്ത് നിന്ന് മാറി താമസിച്ചു തുടങ്ങി. അന്ന് അവർ കൊടുക്കുന്ന സ്ഥലം ഇന്ന് ഇങ്ങനെ ആവുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ ഒഴുകി വരുന്ന ഈ നീരുറവകളുണ്ടല്ലോ, ഇവയൊക്കെ കെട്ടി നിർത്തപ്പെട്ട ഒരു വലിയ കിണറും, അതുപോലെ തന്നെ കിണറെന്ന് പറഞ്ഞാൽ ചെറിയ കിണറായിരിക്കും. ആ കിണറിൽ കുറഞ്ഞ ആഴത്തിലായിരിക്കും വെള്ളം ഉണ്ടാവുക. തൊട്ടപ്പുറത്ത് അരുവിയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ചെറിയ ചെറിയ അരുവികളായിട്ട് കാണാം. ഇതൊക്കെ ഒരു വല്ലാത്ത സുന്ദര കാഴ്ചകൾ. ഇപ്പോൾ ഇവയൊക്കെ അനാഥയെ പോലെ ഇങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു കാഴ്ചയായിരുന്നു നെല്ലിമരം. നെല്ലിക്കയാണോ കൂടുതൽ, ഇലയാണോ കൂടുതൽ, ആ രൂപത്തിലായിരുന്നു നെല്ലിക്ക. പാറയിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന നെല്ലിമരമായിരിക്കും. ആ നെല്ലിമരത്തിൽ ഒരുപാട് നെല്ലിക്ക നിറഞ്ഞു നിൽക്കും. ഇല കാണാത്ത രൂപത്തിൽ നിറഞ്ഞു നിൽക്കും. കുട്ടികളൊക്കെ അതൊരു വല്ലാത്ത കൗതുക കാഴ്ചയായിരുന്നു. വല്ലാത്ത ഒരു മധുരം നിറഞ്ഞ ഒരു ഓർമ്മ തന്നെയാണ് അതൊക്കെ. ഒന്ന് പറിക്കലും കുറേ കഴിക്കലും പിന്നെ എറിയലും ഒരു വല്ലാത്ത ഒരു ഓർമ്മ തന്നെയാണ് അതൊക്കെ. നല്ലൊരു ചെറിയൊരു കുണ്ടായിട്ട് ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. ഇവിടെ നല്ല സ്പാ ചെയ്ത് തരും, നമുക്ക് നല്ല മസാജ് ചെയ്ത് തരും ഈ മീനുകൾ. നല്ല അടിപൊളി കാഴ്ച വ്യൂ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ആ വീടും ആ വീടിൻ്റെ ചുറ്റുഭാഗത്ത് വരുന്ന കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഭാഗം ഇവിടെ വലിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം വീണ്ടും വരും. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.